ഹായ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് മാർക്കറ്റ് എന്നുള്ളതും എന്താണ് നമ്മുടെ മാർക്കറ്റിന്റെ വർക്കിംഗ് രീതി എന്നുള്ളതും NSE എന്താണ് അല്ലെങ്കിൽ BSE എന്താണ് തുടങ്ങിയ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്ന രീതികളുണ്ട്. നമ്മൾ രണ്ട് രീതിയിലാണ് സത്യത്തിൽ മാർക്കറ്റിനെ അനലൈസ് ചെയ്യാറുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസ്, രണ്ട് ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ, നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണ് അല്ലെങ്കിൽ ഞാനൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും? ഫണ്ടമെന്റൽസ് ആയിരിക്കും. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽസ് നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റോക്കുകൾ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പം ഇത് ഒരു സ്റ്റോക്ക് എപ്പോ അല്ലെങ്കിൽ വാങ്ങാൻ പറ്റുമോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ നമുക്കറിയാം, ഒരു നഷ്ടത്തിലൂടെ ഒരു കമ്പനിയിൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമോ? തീർച്ചയായിട്ടും ഇല്ല അല്ലേ. കാരണം എന്താണ്, ഇപ്പം നഷ്ടത്തിലൂടെ ഇപ്പം ഞാനൊരു കമ്പനിയുടെ ഓണറാണെന്ന് കണക്കൂട്ടാം, ഈ കമ്പനി നഷ്ടത്തിലോടുന്ന ഒരു കമ്പനിയാണെന്ന് കണക്കൂട്ടാം. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന് റിട്ടേൺ കിട്ടാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോവാനുള്ള സാധ്യത ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യോ? ഇല്ലയോ? ഇതേപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും. നമ്മൾ എന്ത് ചെയ്യും? ആദ്യമായിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് മാന്യമായ ഒരു റിട്ടേൺ കിട്ടുമോ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ പോവാനുള്ള സാധ്യത ഉണ്ടോ? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും ബേസിക് ആയിട്ട് ഏതൊരു മനുഷ്യൻ അന്വേഷിക്കും. ഞാൻ എന്തായാലും അന്വേഷിക്കും, നിങ്ങളും അന്വേഷിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ കണക്കൂട്ടുന്നത്. അപ്പം ഇത്തരത്തില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ദീർഘകാലത്തേക്കാണ് നോക്കുന്നത്. ചെറിയ കാലത്തേക്കല്ല, ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസത്തോ ഒരു ഗ്യാപ്പിലല്ല നമ്മൾ പറയുന്നത്. ഒരു 5 കൊല്ലോ 10 കൊല്ലമൊക്കെ നമ്മൾ ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കമ്പനി വാങ്ങാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ടമെന്റൽ അനാലിസിസ് വെച്ചിട്ടും എപ്പോ വാങ്ങണം എപ്പോ വിൽക്കണം എന്നുള്ളത് ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസ് എന്താ നോക്കാം. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓഹരിയുടെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു അനാലിസിസ് രീതിയാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു തലക്ക് നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്ത് പോരാം അല്ലേ? അതല്ല നല്ലത്. അപ്പോൾ നിങ്ങളൊരു കമ്പനി വാങ്ങുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നോക്കുന്നുണ്ടാവുക? സാധാരണ കേസിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളായതുകൊണ്ട് നിങ്ങളൊരു കമ്പനി മേടിക്കുന്ന ഒരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നോക്കും? ഒന്ന് പറയാൻ പറ്റും? അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് നോക്കി എന്തൊക്കെ വാങ്ങുന്നില്ല അല്ലെങ്കിൽ എന്തൊക്കെ നോക്കും എന്നുള്ളത്. ഞാൻ സത്യത്തിൽ ഏറ്റവും ആദ്യം നോക്കുന്ന എന്തായിരിക്കും? ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എൻ്റെ പൈസ പോവില്ലേ എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അതിനുശേഷം ബാക്കിയിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് എന്നുള്ള ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതില് നമ്മൾ എന്തൊക്കെ നോക്കും എന്നുള്ളതാണ് അല്ലെ. ആദ്യമായിരിക്കും എന്തൊക്കെ നോക്കാം? സാധാരണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഒരു തലക്കം നോക്കിയിട്ട് പോരാം. ആദ്യം കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്ര ഉണ്ട് നോക്കാം. ഓക്കെ. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കമ്പനിയുടെ ക്യാപിറ്റലൈസേഷൻ അല്ലെ. മാർക്കറ്റ് ക്യാപ്പിന്റെ അടിസ്ഥാനത്തിൽ ശരിക്കും നമ്മൾ കമ്പനികളെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ വരിക? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് ഇൻറ്റു കറന്റ് മാർക്കറ്റ് പ്രൈസ് ആണ് എന്ത് വരാം? മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയാം. ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് ഇൻറ്റു കറന്റ് മാർക്കറ്റ് പ്രൈസ് ആണ് വരിക. ഓക്കെ. കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് മാർക്കറ്റ് പ്രൈസ് ആണ് ശരിക്കും എന്ത് വരിക? മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ളത് കൊണ്ട് വരിക. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പൊ ആലോചിച്ചാൽ മതി. ടാറ്റ മോട്ടോഴ്സിന്റെ വില 750 രൂപയാണ് കൂട്ടാം. അതിന്റെ ടോട്ടൽ എത്ര ഷെയർസ് ഉണ്ട്? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും എന്ത്? അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1179 കറന്റ് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്ന സമയത്ത് ഏകദേശം 4,10,000 കോടി രൂപയുടെ മുകളിലായിരുന്നു ടാറ്റ മോട്ടോഴ്സിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പം വില 750 അല്ലെങ്കിൽ 780 ലെവലിലേക്ക് നിൽക്കുന്നത്. ഇപ്പൊ ഒരു 280 270 എന്നുള്ള ലെവലിലേക്ക് ആയിരിക്കും മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടാവുക. അപ്പോൾ കറന്റ് പ്രൈസ് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇപ്പോഴത്തെ വില കുറയുന്നതിനനുസരിച്ച് മാർക്കറ്റ് ക്യാപ്പിൽ കുറവുണ്ടാവാം. അതേപോലെ വില കൂടുന്നതിനനുസരിച്ചോ മാർക്കറ്റ് ക്യാപ്പ് കൂടുകയും ചെയ്യാം അല്ലെ.
അങ്ങനെയില്ല നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ 1,00,000 ഷെയർസ് ടാറ്റ മോട്ടോഴ്സിന് ഉണ്ട് കണക്കൂട്ടാം. 1,00,000 ഷെയർസ് ഉണ്ട് കണക്കൂട്ടാം. അതേ ഇൻഡു കറന്റ് പ്രൈസ് 780 ആണെങ്കിൽ അതായിരിക്കും എന്തുണ്ടാവുക, ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ഇത്തരത്തിലാണ് മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മാർക്കറ്റ് ക്യാപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനികളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ നോക്കിയാലോ. ഓക്കെ, ആദ്യം നമുക്ക് ലാർജ് ക്യാപ്പ് എന്ന് പറയാം അല്ലെ. ലാർജ് ക്യാപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലാർജ് ക്യാപ്പ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും നല്ല കമ്പനികളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അത് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് എന്നൊക്കെ പറയുന്നത് ലാർജ് ക്യാപ്പ് കമ്പനികളാണ്. ഏകദേശം 20,000 കോടിയുടെ മുകളിൽ 20,000 കോടിയുടെ മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളാണ് എന്ത് വരിക, ലാർജ് ക്യാപ്പ് വരിക. ഈ എപ്പൻഡോ അല്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളും ലാർജ് ക്യാപ്പിലാണ് ഉണ്ടാവുക. ഇതിന് പറയുന്ന വേറൊരു പേരാണ് ബ്ലൂ ചിപ്പ് എന്ന് പറയും. ബ്ലൂ ചിപ്പ് കമ്പനി എന്ന് പറയുന്നതും എന്താണ്, ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ലാർജ് ക്യാപ്പിലാണ് വരുന്നത്. ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് എന്നൊക്കെ പറയുന്നതും ലാർജ് ക്യാപ്പിലാണ് വരുന്നത്. അപ്പൊ 20,000 കോടി രൂപയുടെ മുകളിൽ മാർക്കറ്റ് ക്യാപ്പിലുള്ള കമ്പനികളാണ് ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇതില് ഈ ലാർജ് ക്യാപ്പ് കമ്പനികളുടെ ഒരു പ്രത്യേകത വെച്ചാൽ താരതമ്യേന റിസ്ക് കുറവാണ്. അപ്പോൾ അവിടെ റിവാർഡും കുറവായിരിക്കും. അതായത് റിസ്ക് കുറവെന്ന് പറയുമ്പോൾ ഒരു ദിവസം ഇത് മേലേക്കോ താഴേക്കോ പോകുന്നതിന്റെ പരമാവധി എന്ന് പറയുന്നത് ഒരു 10% ആണ് ആവറേജ്. ഇത് ഒരു ദിവസം മാക്സിമം മേലേക്ക് പോയാലും താഴേക്ക് വന്നാലും എന്ത് ചെയ്യുള്ളൂ, 10% മാത്രമേ പോവുള്ളൂ. അതുകൊണ്ട് ഈ പിന്നെ മേലേക്ക് പോകുന്നതിന്റെ പരമാവധി എന്നുള്ളത് അല്ലെങ്കിൽ പരമാവധി ലിമിറ്റ് എന്ന് പറയുന്നതിന് നമ്മൾ അപ്പർ സർക്യൂട്ട് ലിമിറ്റ് എന്നാണ് കേട്ടോ. മേലേക്ക് പോകുന്നതിന് മാക്സിമം എന്ന് പറയുന്നത് 10%. അപ്പൊ അതിന് അപ്പർ സർക്യൂട്ട് ലിമിറ്റ് എന്ന് പറയും. താഴേക്ക് വരുന്നതിന്റെ പരമാവധി എത്രയാണോ അതിന് നമ്മൾ ലോവർ സർക്യൂട്ട് എന്ന് പറയും. ചില ആൾക്കാർ UC എന്ന് പറയും അപ്പർ സർക്യൂട്ടിന്, ചിലപ്പോൾ നിങ്ങൾ LC എന്ന് പറഞ്ഞിട്ടുണ്ടാവും ലോവർ സർക്യൂട്ട് എന്നുള്ളതിന്. അപ്പോൾ ഇത് 10% പെർ ഡേ എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിമിറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലോസ് അല്ലെങ്കിൽ ഒരു ദിവസം മാക്സിമം 10% പോയാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിൽക്കുമെന്നുള്ളത് നമുക്ക് ഐഡിയ ഉണ്ട്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഏറ്റവും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ കുറച്ചധികം കാലത്തേക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഏറ്റവും കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ലാർജ് ക്യാപ്പിലാണ്. ഇപ്പം ഈ മാർക്കറ്റ് ഇത്രയും പൊട്ടി പോകുന്നിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഒരു 12-13% കറക്ഷൻസ് വന്ന സമയത്ത് ലാർജ് ക്യാപ്പിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വലിയ കറക്ഷൻസ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. കറക്ഷൻസ് ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ വന്നിട്ടുണ്ടാവില്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ വന്നതിൽ പരിധി ഉണ്ടാവും. പക്ഷെ ലാർജിലല്ലാതെ മിഡിലോ സ്മോളിലൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സെക്ടേഴ്സിൽ അല്ലെങ്കിൽ മറ്റുള്ള ക്യാപിറ്റൽ അടിസ്ഥാനത്തിൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ അവിടെ നന്നായിട്ട് പോകുന്നുണ്ടാവും. അപ്പൊ സത്യത്തിൽ എപ്പോഴും എന്താണ്, ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റ്മെന്റിനും ഏറ്റവും നല്ലത് ലാർജ് ക്യാപ്പാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുക, മേജർ പോർഷൻ എന്ത് ചെയ്യാൻ പറ്റും നോക്കുക, ലാർജ് ക്യാപ്പിലാവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. റിസ്ക് കുറവ് ഇവിടെയാണെന്ന് അർത്ഥം. ഇനി രണ്ടാമത്തതാണ് മിഡ് ക്യാപ്പ് എന്ന് പറയും. ഓക്കെ, രണ്ടാമത് നമ്മൾ ലാർജ് ക്യാപ്പ് എന്താന്ന് പറഞ്ഞു. ലാർജ് ക്യാപ്പിൽ നമുക്ക് എന്തുണ്ട്, ഒരു ദിവസം മാക്സിമം 10% മാത്രമേ മൂവ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ വളരെ കുറച്ച് സ്റ്റോക്കുകൾ ഉണ്ടാവുള്ളൂ, 200-300 കമ്പനികളെ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പൊ നമ്മുടെ HDFC ബാങ്ക്, ICC, റിലയൻസ്, അങ്ങനത്തെ കാനറ ബാങ്ക്, ഇതൊക്കെ എന്താണ് ലാർജ് ക്യാപ്പ് പെട്ട കുറച്ച് സ്റ്റോക്കുകളാണ്. HDFC ലിമിറ്റഡ്, ഇങ്ങനത്തെ കുറച്ച് സ്റ്റോക്കുകളൊക്കെ. ഇനി രണ്ടാമത്തതാണ് എന്ത്, മിഡ് ക്യാപ്പ് എന്ന് പറയും. മിഡ് ക്യാപ്പ് അല്ലെ, മിഡ് ക്യാപ്പ് പറഞ്ഞാലോ 5,000 കോടിയുടെ മുകളിൽ, 5,000 കോടിയുടെ മുകളിലാവണം. പിന്നെന്ത് വേണം, 5,000 കോടിയുടെ മുകളിലാവണം. അതേപോലെ 20,000 കോടിയുടെ താഴെയാവണം. 5,000 കോടിയുടെ മുകളിൽ വരണം, അതേപോലെ 20,000 കോടിയുടെ താഴെ വരണം മാർക്കറ്റ് ക്യാപ്പ്. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മിഡ് ക്യാപ്പ് എന്ന് പറയാം. അപ്പോ ഇവിടെ എന്തുണ്ട്, താരതമ്യേന ലാർജ് ക്യാപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ റിസ്ക് കൂടുതലാണ്. കാരണം എന്താണ്, ഒരു ദിവസം ഒരു 20% വരെ എന്ത് ചെയ്യാം, ഇത് മേലേക്കോ താഴേക്കോ വരാം. അപ്പോൾ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, 20% വരെ പോവാം. റിസ്ക് ആണെങ്കിലോ, അതായത് ലോസ് ആണെങ്കിലും 20% വരാമെന്നുള്ളതുകൊണ്ട് ലാർജ് ക്യാപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇവിടെ താരതമ്യേന റിസ്ക് കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്ര തന്നെ എമൗണ്ട് ചെയ്ത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ കൂടുതൽ വാഷ് ഔട്ട് ആവാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടം വരാൻ സാധ്യതയുള്ള ഇവിടെയാണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ കുറച്ച് എന്ത് ചെയ്യുക, കമ്പാരിറ്റീവ്ലി കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കുറക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി മൂന്നാമത്തതാണ് സ്മോൾ ക്യാപ്പ് എന്ന് പറയും. ഇപ്പൊ ലാർജ് ക്യാപ്പ് എന്താണെന്നുള്ളതും മിഡ് ക്യാപ്പ് എന്താണെന്നുള്ളതും നമുക്ക് അറിയാൻ പറ്റി.
ഇനി നമ്മൾ മൂന്നാമത്താണ് നോക്കുന്നത്. മൂന്നാമത്തത് സ്മോൾ ക്യാപ്പ് എന്ന് പറയും. ഓക്കെ, 5000 കോടിയുടെ താഴെ 5000 കോടിയുടെ താഴെ മാർക്കറ്റ് ക്യാപ്പിലുള്ള എല്ലാ കമ്പനികളും സ്മോൾ ക്യാപ്പിലാണ്. ഒരുപാട് കമ്പനികൾ നമുക്കറിയാം, നമ്മൾ മൾട്ടി ബാഗർ ആണ് അല്ലെങ്കിൽ ഇനി മൾട്ടി ബാഗർ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒട്ടുമിക്ക എല്ലാ കമ്പനികളും ഒന്നല്ലെങ്കിൽ മിഡ് ക്യാപ്പിലോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പിലോ പെട്ട കമ്പനികളാവും. ഒരിക്കലും ലാർജ് ക്യാപ്പിൽ പെട്ട ഒരു കമ്പനിയും ഇതില്ല നമ്മൾ മൾട്ടി ബാഗർ ആണ് എന്ന് പറഞ്ഞ് എടുക്കാറില്ല. അത് വരുന്നത് മിഡിലോ സ്മോളിലായിരിക്കും. ഓക്കെ, മിഡിൽ അല്ലെങ്കിൽ സ്മോളിലെ കമ്പനികളായിരിക്കും എന്തുണ്ടാവുക, മൾട്ടി ബാഗർ എന്ന് പറഞ്ഞു വരുന്ന കമ്പനികൾ. ഇവിടെ കുറച്ചും കൂടെ താരതമ്യേന റിസ്ക് കൂടുതലാണ്. കാരണം എന്താണ്, ഒരു പരിധിക്കപ്പുറം എന്ത് ചെയ്യാം, മാർക്കറ്റ് മേലേക്കോ താഴേക്കോ വരാന്നുള്ളതാണ്. പിന്നെ എന്തിന്റെ മാനിപ്പുലേഷൻസ് ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള മേഖലയും ഇവിടെയാണ് അല്ലെ. നമ്മളിവിടെ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ എന്തായാലും ഒരു 50% ഷെയറെങ്കിലും ഇതുണ്ടാവും. ഒട്ടുമിക്ക എല്ലാ കമ്പനികളുടെയും 50% ഷെയറിന്റെ അടുത്ത് പ്രൊമോട്ടേഴ്സിന്റെ കയ്യിലാണ്, അതായത് കമ്പനിയുടെ ഓണർമാരുടെ കയ്യിലാണ്. ബാക്കിയുള്ള 50% അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ പെർസെന്റേജ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇവിടെ ഇപ്പം 5000 കോടിയുടെ താഴെ പറഞ്ഞു ഒരു കമ്പനി 5000 കോടി ഉണ്ടാവണം നിർബന്ധമല്ല. എന്തായി 200 കോടി ഉണ്ടായാലും മതി അല്ലെ. അപ്പൊ ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാല് ആകത്ര ഉണ്ടാവുള്ളൂ 100 കോടി രൂപയുടെ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുള്ളൂ. 100 രൂപ അല്ലെങ്കിൽ ഇപ്പം അതിൽ എല്ലാവരും വിറ്റോളുന്നുണ്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പം ഇത് മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമില്ല. അപ്പൊ ഇതിൽ കുറഞ്ഞ എമൗണ്ട് ആവാം, ചിലപ്പോൾ 200 കോടി ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പം ചിലപ്പോൾ 5000 കോടി ഉണ്ടാവാം. പക്ഷെ മാനിപ്പുലേഷൻസ് ഏറ്റവും കൂടുതൽ നടക്കാൻ ചാൻസ് ഉള്ള മേഖല എന്ന് പറയുന്നത് ഇവിടെയാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നിങ്ങൾ ടെലഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന സ്റ്റോക്കുകളുടെ വില എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ വിലയായിരിക്കും. അതൊക്കെ മിക്കവാറും സ്മോൾ ക്യാപ്പിൽ പെട്ട അല്ലെങ്കിൽ മിഡ് ക്യാപ്പിൽ പെട്ട സ്റ്റോക്കുകളായിരിക്കും അല്ലെ. പെന്നി സ്റ്റോക്സ് എന്നൊക്കെ പറയണൊക്കെ ഇതിൽ പെട്ടതാണ്. അപ്പൊ ഇത് തന്നെ എന്തുണ്ട്, പെന്നി സ്റ്റോക്സും ഉണ്ട്. അതുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ കൂടെ നോക്കാം. പെന്നി സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മളെ കാഴ്ചപ്പാടിലെന്താണ്, 1 രൂപ 50 പൈസ അല്ലെങ്കിൽ 2 രൂപ 5 രൂപ വരെയുള്ള സ്റ്റോക്കുകളാണ് ശരിക്കും പെന്നി സ്റ്റോക്സ് വേണ്ടത് നമ്മളെ കാഴ്ചപ്പാടിൽ. ശരിക്കും അങ്ങനെയാണോ? അല്ല. കാരണം എന്താണ്, പെന്നി സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 കോടിയുടെ താഴെ, ഓക്കെ, 50 കോടിയുടെ താഴെ അല്ലെങ്കിൽ 100 രൂപയുടെ താഴെ, ഓക്കെ, 100 രൂപയുടെ താഴെ വില വരുന്ന സ്റ്റോക്കുകളാണ് ശരിക്കും പെന്നി സ്റ്റോക്സ് എന്ന് വേണ്ടത്. അപ്പൊ ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. 50 കോടിയുടെ താഴെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചാൽ മതിയാവും എത്ര കുറഞ്ഞ അല്ലെങ്കിൽ എത്ര ചെറിയ കമ്പനിയാണെന്നുള്ളത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ലാർജ് ക്യാപിൽ ടാറ്റ മോട്ടോഴ്സ് 4,10,000 കോടി ഉണ്ടായിരുന്നു. ഇപ്പൊ 2,80,000 2,70,000 കോടിയൊക്കെയാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് ഈ 50 കോടി അല്ലെങ്കിൽ 100 കോടിയുടെ കമ്പനി എന്ന് പറയുന്നത് വളരെ ചെറിയ കമ്പനികളാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പം ഇവിടെയാണ് എന്തുണ്ടാവുക, ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻസ് നടക്കുക എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടം വന്നാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു എമൗണ്ട് ആയിരിക്കണം എന്തിനുണ്ടാവേണ്ടത്, പെന്നി സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മാക്സിമം എത്ര കുറക്കാൻ പറ്റുന്നോ അത്രയും കുറച്ച് എന്ത് ചെയ്യാം, പെന്നി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, നല്ല റിട്ടേൺ കിട്ടും. പോയാലും ചെറിയ പൈസ പോവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിലുള്ള പൈസ മാത്രമേ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ള നിങ്ങളെ നല്ല വലിയ എമൗണ്ടുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലാർജ് ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ സ്മോൾ ക്യാപ്പിലോ നിങ്ങളുടെ റിസ്ക് അനുസരിച്ച് എന്ത് ചെയ്യാം, പതുക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്.